ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ്. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. അവന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. എന്നാലും ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നലെ കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞങ്ങൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സിമ്പക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഡിറ്റർജൻറ്റ് ബോട്ടിൽസോ വേണ്ടാതെ പോകുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അതൊന്നും വലിച്ചെറിയാണ്ട് അതിൽ മണ്ണ് നിറച്ച് അതിൽ ചെടി നടുക എന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ചെടിച്ചട്ടികൾ ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചട്ടികളിലും ഇങ്ങനെയുള്ള കുപ്പികളിലെല്ലാം നമ്മൾ ഇങ്ങനെ ചെടികൾ നട്ട് വെക്കും. ഞങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പോരാഞ്ഞിട്ട് ഇവിടെ കാണുന്ന ചെടികളെല്ലാം ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരോടും അമ്മയുടെ കൂട്ടുകാരും അങ്ങനെയെല്ലാം കൊണ്ടു തന്നതാണ് കേട്ടോ. അല്ലാതെ വാങ്ങിയതോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. മെയിനായിട്ട് പരിപാടി കുറേ നാളായി ചട്ടികളിൽ മണ്ണ് കുറവാണ്. ഈ ഒരു കലാവിരുതൊക്കെ എൻ്റെ അനിയൻ്റെ ആണ്. അവനിങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആളാണ്. അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ അത്ര മടിയുമില്ല. അങ്ങനെ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ തൊട്ടടുത്തുള്ള കാവാണ്. ഈ കാവെന്നും അതുപോലെ ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് പക്ഷികളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഗാർഡനിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മണ്ണ് നിറക്കലാണ് ഫസ്റ്റത്തെ പരിപാടി. ഈ മണ്ണ് കൊണ്ടു തന്നതവനാണ്. അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടാക്കി തന്നതവനാണ്. മണ്ണ് നിറക്കുന്നത് മാത്രം ഞാനാണ്. അപ്പോൾ മണ്ണ് നിറച്ച ആവശ്യത്തിന് ചട്ടിയിൽ മണ്ണ് വളരെ കുറവാണ്. അപ്പോൾ മണ്ണും അതുപോലെ കുറച്ച് വളവും എല്ലാം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നട്ട് വെച്ചാൽ മാത്രം പോരല്ലോ, അതിനെ കെയർ ചെയ്യാനും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെല്ലാം ഉണ്ട്. ലക്കി ബാമ്പു എല്ലാം ഉണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗാർഡനിലെ കാവൽക്കാരൻ, അങ്ങനെ പറയാം. അതായത് ഇത് പണ്ടെങ്ങാനും നമ്മൾ കളിച്ച് കളഞ്ഞ ഒരു കളിപ്പാട്ടമാണ്. അതുപോലെ ഈ ഒരു ആനക്കുട്ടി. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതുപോലെ ഗംഭീരമായ ഒരു ഗാർഡൻ, ആനയും കാവൽക്കാരനൊക്കെയുള്ള ഗാർഡൻ? അപ്പോൾ എൻ്റെ അനിയനിതാ ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടികളിലാണ് നമ്മൾ വാങ്ങിയത്. സാധാരണ ചെടികളാണ് നട്ടത്. ഈ ഒരു തരം ചെടി 2-3 എണ്ണം ഒരു ചട്ടിയിൽ നട്ടിരുന്നു. കാരണം വെച്ചാൽ അതിന് വലിയ അഹങ്കാരമില്ലാത്ത ചെടിയാണ്. കുറച്ചൊരു കെയർ കൊടുത്താൽ തന്നെ നന്നായി വളരുന്നൊരു ചെടിയാണ്. പിന്നെ അതുപോലെ ഈ ഓരോ തരം ചെടികളും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ചെടിയാണെന്ന് ആലോചിച്ച് നോക്കണം. ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി വെള്ളം ഒഴിക്കണം. ചെടിക്കെല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.